നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. തുടരുന്ന തമിഴ്നാട്. അധികാരപ്പോര് രൂക്ഷമായ തമിഴ്നാട്ടിൽ കരുത്തറിയിക്കാൻ OPS-ന് പിന്നാലെ ഗവർണറുമായി ശശികലയുടെ കൂടിക്കാഴ്ച. 130-ലധികം MLA-മാരുടെ പിന്തുണ ഉണ്ടെന്ന് ചിന്നത്തലൈവി. അതേസമയം അനധികൃത സ്വത്ത് കേസിൽ സുപ്രീം കോടതി വിധി പറയാനിരിക്കെ ഗവർണറുടെ തീരുമാനം നീളുമെന്ന് സൂചന. ഗവർണർ വിദ്യാസാഗർ റാവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തന്റെ രാജി നിർബന്ധിച്ചെഴുതി വാങ്ങിയതെന്ന് പനീർശെൽവം. ശശികലയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിക്കരുത്. DMK ജനറൽ സെക്രട്ടറി പദം അവർ ഏറ്റെടുത്തത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്നും ആരോപണം. എന്നാൽ 135 പാർട്ടി MLA-മാരിൽ 130 പേരുടെ പിന്തുണ ഉറപ്പാക്കി ചിന്നത്തലൈവി. 235 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 അംഗങ്ങളായിരിക്കെ 18 പേരെ കൂടി ഒപ്പം കൂട്ടി ശശികലയുടെ ഭൂരിപക്ഷം തടയാൻ പനീർശെൽവത്തിന്റെ നീക്കം. പിടിവീഴുന്ന ഒളിച്ചുകളി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഈ ആഴ്ച വിധി പറയാനിരിക്കെ ശശികലയ്ക്ക് വീണ്ടും നിയമക്കുരുക്ക്. ചിന്നമ്മയുടെ സത്യപ്രതിജ്ഞ തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. സ്വത്ത് കേസിൽ വിധി പ്രതികൂലമായാൽ അത് സംസ്ഥാനത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന വാദം. അതിനിടെ AIDMK MLA-മാരെ ഒളിപ്പിച്ചിട്ടില്ലെന്ന തമിഴ്നാട് സർക്കാർ ഹൈക്കോടതിയിൽ. ജനപ്രതിനിധികൾ MLA ഹോസ്റ്റലിലാണെന്നും അവരെ തടഞ്ഞുവച്ചിട്ടില്ലെന്നും വിശദീകരണം. സർക്കാർ നിലപാട് അറിയിച്ചത് പൊതുപ്രവർത്തകൻ ട്രാഫിക് രാമസ്വാമി നൽകിയ ഹർജിയിൽ. പനീർശെൽവത്തിന്റെ തുറന്നു പറച്ചിലിനെ തുടർന്ന് 130 MLA-മാരെ ശശികല കടത്തിയത് ചെന്നൈ നഗരത്തിലെ വിവിധ ആഡംബര ഹോട്ടലുകളിലേക്ക്. എന്നാൽ വിഷയം കോടതിയിലെത്തിയതോടെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് MLA-മാരെ തിരിച്ചു വിളിക്കുകയായിരുന്നു. വിജിലൻസിന് അന്ത്യശാസനം. പാറ്റൂർ ഭൂമി ഇടപാട് കേസിൽ വിജിലൻസിന് കോടതിയുടെ അന്ത്യശാസനം. 15 ദിവസത്തിനകം തുടരന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം. ഇടപാടിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ കോടതിക്ക് കൈമാറി VS-ന്റെ അഭിഭാഷകൻ. ത്വരിത പരിശോധന തുടങ്ങിയിട്ടും കേസെടുക്കാൻ വൈകുന്നത് എന്തെന്ന ചോദ്യത്തിന് ഭൂമി ഇടപാട് ലോകായുക്തയുടെ അന്വേഷണ പരിധിയിൽ ആയതിനാലെന്ന വിജിലൻസ്. ക്രമക്കേടിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒന്നാം പ്രതിയാക്കി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് VS കോടതിയെ സമീപിച്ചത് 2015-ൽ. പാൽവിലയിൽ വർധന. പാൽവിലയിൽ ലിറ്ററിന് 4 രൂപയുടെ വർധന വരുത്തി മിൽമ. മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ നിരക്കിൽ വർദ്ധിപ്പിച്ച 4 രൂപയിൽ നിന്ന് ക്ഷീര കർഷകന് ലഭിക്കുക 3 രൂപ 35 പൈസ. ജനുവരി 20-ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ വില വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ധാരണയായിരുന്നു. നിരക്ക് വർധനയ്ക്ക് പിന്നിൽ ആഭ്യന്തര പാൽ ഉൽപാദനത്തിലുണ്ടായ കുറവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ചെലവ് ഉയർന്നതും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2770 രൂപ, പവൻ 22,160 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.